السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي جاء بالصدق وصدق به أولئك هم المتقون. صدق الله العلي العظيم. ما من مسلم ولا مسلمة يصوم يوما من رجب ويقوم ليلا إلا كتب الله له عبادة سنة، صوم نهارها وقيام ليلتها. قال محمد مصطفى صلى الله عليه وسلم وعلى آله. ഏറ്റവും സർവാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കാരണവന്മാർ, സംഘ കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ, മദ്ഹുകൾ പാടി പറയാൻ വേണ്ടി ഇന്നത്തെ രാത്രി മാറ്റിവെച്ചവരാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ തങ്ങളെ മദ്ഹുകൾക്ക് വേണ്ടി, അവിടുത്തെ മദ്ഹുകൾ ശ്രവിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഈ രാവുകൾക്ക് പകരം നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്ത് തങ്ങളോടൊപ്പം ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നാഥൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മോടൊപ്പം ഇതേ വേദി പങ്കിട്ട പലരും ഇന്ന് 6 അടി മണ്ണിലാണുള്ളത്. അടുത്ത വർഷങ്ങളിൽ ആരെല്ലാം ഈ മജ്ലിസുകളിൽ ഉണ്ടാകുമെന്ന് നമുക്കൊന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസ് നമ്മുടെ അവസാന മജ്ലിസ് ആക്കാതിരിക്കട്ടെ. ആമീൻ. അതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ, പ്രിയപ്പെട്ട ബാവ ഹാജി അടക്കം, മുഹമ്മദ് ഉസ്താദ് അടക്കം, ഹാഫിൽ ഉസ്താദ് അടക്കം, സുബൈർ ഫാദിലി ഉസ്താദ് അടക്കം, അങ്ങനെ തുടങ്ങി നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന്, ഉമറാക്കളിൽ നിന്നൊക്കെ മൺമറഞ്ഞ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിന്റെ പരിപൂർണ സവാബ് അല്ലാഹു സുബ്ഹാനഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട മാദിഹീങ്ങളുടെ മദ്ഹിന്റെ ഈരടികൾ കേൾക്കുക എന്ന ഉദ്ദേശത്തിലാണ് അതാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് അവരെത്തുകയും അതോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷൻ അവസാനിച്ച് മദ്ഹിനു വേണ്ടി അവർക്ക് വേദി നൽകുകയും ചെയ്യുന്നതാണ്. അല്ലാഹു നമുക്കൊക്കെ ശ്രവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. സ്വാഗത ഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ റബീഉൽ അവ്വൽ മാസങ്ങളിൽ മാത്രം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടി പറഞ്ഞു. റബീഉൽ അവ്വൽ തീരലോടുകൂടി ആ വർഷത്തെ ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് അവസാനിക്കുന്ന ഒരു കാഴ്ച എല്ലാ വേദികളിലും നാടുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കൾ അൽഹംദുലില്ലാഹ് ഇത്തരം ഒരു വേദി വർഷാവർഷവും സംഘടിപ്പിക്കുന്നു, അതിൻ്റെ ഭാഗമാകുന്നു എന്ന് നാം ഓർക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ നാട് അവൻ്റെ ദീന് എല്ലാ നിലക്കും ജ്വലിക്കുന്ന പ്രവഹിക്കുന്ന നാടാക്കി അല്ലാഹു നമ്മുടെ ഈ നാടിന് അല്ലാഹു റഹ്മത്ത് ചൊരിയുമാറാവട്ടെ. ആമീൻ.
ഹബീബായ ആരംഭത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ നിതില മേഖലകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെയൊക്കെ മറ്റൊരു പേര് കൂടി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഹബീബായ തങ്ങൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഏതൊരു സംഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിലൊക്കെ ഉറ്റ പങ്കാളിയായി കൂടെ പിറപ്പായി ഒരു സഹോദരനു മേൽ സ്ഥാനത്തോടുകൂടി നമുക്ക് കേട്ട ഒരു പേരുണ്ട്. ഇസ്ലാം ചരിത്രത്തിലെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങൾ, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകളിലൂടെ ഹബീബായ ആരംഭ ത്വാഹ തങ്ങൾക്ക് അബൂബക്കർ തങ്ങളോടുള്ള സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ലോകത്ത് നേടിയ സ്ഥാനം എന്നുള്ളത് അത് ഏറ്റവും വലിയ ഒരു സ്ഥാനമായിരുന്നു എന്നതിൽ നമുക്ക് തർക്കമില്ല. കാരണം എന്തേ? ലോകത്തിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു മഹാനായ അബൂബക്കർ തങ്ങളുടെ ഉറ്റ കൂട്ടുകാരൻ. അല്ലേ? സ്വന്തം മകൾ ആയിഷ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് തൻ്റെ മരുമകനാക്കിയിട്ടുണ്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എന്ന നല്ല ഉറ്റ കൂട്ടുകാരായിരുന്നു ഇരുവരുമെന്നത് ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. ആ അബൂബക്കർ തങ്ങൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാരണത്താൽ അവിടുന്ന് നേടിയെടുത്ത ഒരു സ്ഥാനം, അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, അവിടത്തോടുള്ള മഹബത്തിൻ്റെ പേരിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയതെങ്കിൽ ആ മാദിഹീങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ കണ്ണി അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണ്. അബൂബക്കർ തങ്ങളുടെ യഥാർത്ഥ പേര് അബ്ദുല്ല എന്നാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആ ഒരു രംഗത്ത്, ആ ഒരു സമയത്ത് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന വ്യക്തി എന്ന നിലക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ പേരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ മാതാപിതാക്കൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉപ്പാന്റെ വഴിയിലേക്ക് നോക്കിയാലും ഉമ്മാന്റെ വഴിയിലിങ്ങനെ പിതാക്കന്മാരെ നമുക്ക് നോക്കിയാലും രണ്ട് വഴിയിലും ഒരു പേര് കാണാം, മുറ. ആരാ ഈ മുറ എന്ന് പറയുന്ന വലിയുപ്പ? ഞാനും നിങ്ങളുമൊക്കെ മദ്രസയിൽ ഈരടികൾ പാടിയിട്ടില്ലേ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരുടെ പേര് നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പാടുണ്ടാവും. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്വലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ. ഹബീബായ തങ്ങളുടെ ആറാമത്തെ വലിയുപ്പ മുറ എന്ന് പറയുന്ന ആ വലിയുപ്പാന്റെ മക്കളിൽപ്പെട്ടവരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഉപ്പാന്റെ പരമ്പര നോക്കിയാലും ഉമ്മാന്റെ പരമ്പര നോക്കിയാലും ഹബീബായ തങ്ങളുടെ വലിയുപ്പയിലേക്ക് എത്തുന്നതായി കാണാം. അങ്ങനെയുള്ള മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചപ്പോഴല്ലേ അബൂബക്കർ എന്ന പേര് സമ്മാനിച്ചത്. അവിടത്തേക്ക് മറ്റൊരു പേരുണ്ട്, അതീഖ് എന്നുള്ള പേര്. ഒരിക്കൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയുന്നുണ്ട്, അബ്ശിറു ഫഅൻത അതീഖുല്ലാഹി മിനൻ നാർ. പ്രിയപ്പെട്ട സിദ്ദീഖ് തങ്ങളെ, അവിടുന്ന് സന്തോഷം കൊണ്ടുകൊള്ളൂ. അൻത അതീഖുല്ലാഹി മിനൻ നാർ. അല്ലാഹുവിൻ്റെ അടുക്കലോ നരകത്തെ തൊട്ട് അല്ലാഹുവിൻ്റെ കാവല് ലഭിച്ചവരാണ് അങ്ങെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയാ പറഞ്ഞത്. അതീഖുല്ലാഹി മിനൻ നാർ, നരകത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാബിൽ ലഭിച്ച ആളെന്ന നിലക്ക് അതീഖ് എന്ന പേര് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ കാണാം, മറ്റൊരു രൂപത്തിലാണ് ഹബീബായ തങ്ങൾ പറഞ്ഞതെന്ന്. സദസ്സിലെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന രംഗം, ഹബീബായ തങ്ങളുടെ ചാരത്ത് സ്വഹാബ കിറാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്യരോട് ഒരാളെ ചൂണ്ടിയിട്ട് പറയുന്നു, മൻ സറഹു അൻ യൻദുറ ഇലാ അതീഖിൻ മിനൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ. മൻ സറഹു അൻ യൻദുറ ഇലാ അതീഖിൻ മിനൻ നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കാവല് നൽകിയ ഒരാളെ, അങ്ങനെയുള്ള ഒരാളെ കാണൽ നിങ്ങൾക്ക് സന്തോഷം നൽകുമോ സ്വഹാബ? നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചുവെന്ന് ഹബീബായ തങ്ങൾ പറയുന്ന അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കാണൽ കൊണ്ട് സന്തോഷം കൊള്ളുന്നുവോ എങ്കിൽ ഇലാ ഹാദാ, നോക്കിക്കോളി. ഇലാ ഹാദാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാ, എങ്കിൽ നിങ്ങൾ സിദ്ദീഖ് തങ്ങളിലേക്ക് നോക്കിക്കോളൂ. സ്വർഗത്തിൽ നിന്ന് മോചനം ലഭിച്ചവരാണവർ. അല്ലാഹുവിൻ്റെ ഹബീബ് 10 പേരെ പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഹയാത്ത് കാലത്ത് പറയാൻ ഭാഗ്യം ലഭിച്ചവർ, ജീവിതകാലത്തു തന്നെ ഞാൻ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ സീല് വെച്ച് പറഞ്ഞ ആ 10 ആളുകൾ അല്ലേ നമ്മൾ ബുർദ ഷരീഫിലൂടെ കേൾക്കുന്നതല്ലേ അല്ലേ? ബുർദയിലൂടെ നമ്മൾ യാ അക്രമ ബൈത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. مرنحت عذابات البانين حصبا وأتراب العيسى بالعيسى بالنغم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق എന്ന് പറഞ്ഞിട്ട് മഹാനായ ബുസൂരി തങ്ങളോ പിന്നീട് പറയുന്നത് എന്താ? عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في الأشير الكرم جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ തങ്ങള് അവിടുത്തെ ജീവിതകാലത്ത് 10 പേരുകൾ പറഞ്ഞിട്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ 10 സ്വഹാബയുടെ പേരല്ലേ നാം പാടുന്നത്, ബുർദയിലൂടെ കേൾക്കുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞ സ്വഹാബിയല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ തങ്ങൾ അവിടുത്തെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, നമുക്കൊക്കെ ജീവിതത്തിൽ ഫ്രണ്ട്സുകളുണ്ടാകും, കൂട്ടുകാരുണ്ടാകും. കൂട്ടുകാരില്ലാത്ത ഒരു സഹോദരനും നമ്മുടെ കൂടെ ഉണ്ടാകൂല, ഉറപ്പാണ്. കൂട്ടുകാരിയില്ലാത്ത ഒരു സഹോദരി ഇന്നുണ്ടാവില്ല. നമ്മുടെ ആത്മമിത്രങ്ങൾ അല്ലേ, ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം അറിയുന്ന, നമ്മുടെ എല്ലാം ഷെയർ ചെയ്യുന്ന, ഒരു പക്ഷേ ഭാര്യയോട് പോലും പറയാത്തത് നമ്മുടെ ഉറ്റ സുഹൃത്തിനറിയുമായിരിക്കും.
നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഉപ്പാക്കറിയാത്തതും ഉമ്മാക്കറിയാത്തതും നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഉറ്റ സുഹൃത്ത് കൂട്ടുകാരനായിരിക്കും. അങ്ങനെയുള്ള ഹബീബായ തങ്ങളുടെ കൂട്ടുകാരനല്ലേ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനുള്ള ഏറ്റവും സ്ഥാനം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്ര കണ്ട് വിശ്വസിച്ചിരുന്നു, അത്ര കണ്ട് മുത്തുനബിയെ സ്നേഹിച്ചിരുന്നു എന്നത് തന്നെയാണ്. അല്ലേ? മുശ്രിക്കുകൾ ഇസ്രാ മിഅ്റാജ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ നരകങ്ങളിലേക്ക് അല്ലാഹുവിൻ്റെ അടുത്തേക്ക് സഞ്ചരിച്ചുവെന്ന്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നൊക്കെ മുശ്രിക്കുകളോട് പിറ്റേ ദിവസം പറയുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളിൽ പലരും അത് കേട്ടിട്ട് സംശയം പ്രകടിപ്പിച്ചുവെന്ന് കിതാബുകളിൽ കാണാം. മുഅ്മിനീങ്ങളിൽ നിന്ന് സ്വഹാബത്തിൽ നിന്ന് പലരും അതൊന്ന് കേട്ടപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് പതറിയെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇത് കേട്ട് മുശ്രിക്കുകളിൽ നിന്ന് ചിലരൊക്കെ ഉടനെ ഈ വാർത്തയുമായി ഓടുകയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക്, ചരിത്രം പലവരും നമ്മൾ കേട്ടതാണ്, സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് ഓടുക. എന്നിട്ട് അവർ തമാശ രൂപേണ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് നബി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ട്ടോ. ഒരൊക്കെ വിശ്വാസം എന്താ? ഒരൊക്കെ വിശ്വാസം എന്താ? ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബായ തങ്ങൾ പോയിട്ടുണ്ടെന്ന് സിദ്ദീഖ് തങ്ങൾ കേട്ടാൽ അതോടെ ഏറ്റവും വലിയ മല പോലെ ഉറച്ചു നിൽക്കുന്നത്, ഹബീബായ തങ്ങളോടൊപ്പം മല പോലെ ഉറച്ചു നിൽക്കുന്നത് അത് സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങൾ പതറിയാൽ അതോടെ ബാക്കിയുള്ള സ്വഹാബത്തൊക്കെ പതറുന്നറിയാം. സിദ്ദീഖ് തങ്ങൾ ഒന്നും ആടി കിട്ടിയാൽ മതി ഓൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരേ പുടുത്തത്തിൽ നിൽക്കുന്നത് അത് സിദ്ദീഖ് തങ്ങളാ. സിദ്ദീഖ് തങ്ങൾ ഒന്ന് ആടിക്കിട്ടിയാൽ ഇസ്ലാം തന്നെ പതറുമെന്നവർക്കറിയാം. അതുകൊണ്ടല്ലേ അവർ ഓടിയത് സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്ക്. സിദ്ദീഖ് തങ്ങളോട് ഈ സംഭവങ്ങൾ പറഞ്ഞപ്പോ അവിടുന്ന് തിരിച്ചു ചോദിക്കുന്നു, വഖദ് ഖാല ദാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞുവോ? മുത്തുനബി അങ്ങനെ പറഞ്ഞു എങ്കിൽ എനിക്ക് സംശയമില്ല, ലഇൻ ഖാല ദാലിക ലഖദ് സ്വദഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അവർ പതറുമെന്ന് പാളുമെന്ന് ഉറച്ച പ്രതീക്ഷയോടെ പോയി മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ നബിയുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അങ്ങനെ പറയുന്നുണ്ടോ എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എനിക്കതിൽ സംശയമില്ല, തർക്കമില്ല. സിദ്ദീഖ് തങ്ങളുടെ ആ ഈമാനാണ്, ആ ഈമാന് തന്നെയാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് ഇത്രയും സ്ഥാനം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയത്. അല്ലേ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഹവാരിയങ്ങളെ അയച്ചതുപോലെ ഈ ഇസ്ലാം മതത്തിന്റെ പ്രബോധനത്തിനായി എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വഹാബയെ ഞാൻ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ ഭാഗത്തേക്കും ഞാൻ ഓരോ ഭാഗത്തേക്കും ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ സദസ്സിലുണ്ട്. അവിടുന്ന് ചോദിക്കുന്നു, ഹബീബായ തങ്ങളെ, അലാ തബ്അസു അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും അയച്ചൂടെ നബിയെ? കാരണം എന്തേ? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ
ഈമാൻ അടിയുറച്ച് വിശ്വസിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബയുടെ നേതൃത്വങ്ങളായ രണ്ടുപേരാണവർ. അവർ പോയാൽ കൂടുതൽ ഉപകാരമാകൂല എന്ന നിലക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, അലാ തബഅതു അബൂബക്കറിൻ വ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ തങ്ങളെയും നമുക്ക് അയച്ചുകൂടെ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിക്കുന്നുണ്ട്, ലാ ഗിനാലി അൻഹുമാ ഇന്നഹുമാ മിനദ്ദീൻ ബിമൻസിലത്തി സമഇ വൽ ബസർ. ഇല്ല സ്വഹാബ, അവരില്ലാതെ എനിക്ക് കഴിയില്ല സ്വഹാബ. ഈ ദീനിലുണ്ടല്ലോ അവരുടെ സ്ഥാനം എന്തെന്നോ, എൻ്റെ ചെവിയും കാഴ്ചയുമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ തങ്ങളുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഒഴിക്കാൻ പറ്റാത്ത രണ്ട് വശങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിവചിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണും കാതുമാണവർ. അവർ എൻ്റെ കൂടും നിൽക്കുമ്പോൾ എനിക്കതിൽ കിട്ടുന്ന ലذة രസം സന്തോഷമുണ്ടല്ലോ. അവരെ എൻ്റെ അടുത്തുനിന്ന് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലേ? നമ്മുടെ ഇന്ത്യയിലേക്കടക്കം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടക്കം തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അടക്കം ലോകത്തിന്റെ ഓരോ വിവിധ നാനാഭാഗങ്ങളിലേക്കും ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബയിൽ നിന്ന് ഒരുപാട് ആളുകളെ അയച്ചിട്ടുണ്ടല്ലോ. എവിടെയും നമുക്ക് അബൂബക്കർ തങ്ങളെ അയച്ചത് കാണാൻ സാധിക്കൂല. കൂടുതലായിട്ട് അബൂബക്കർ തങ്ങളെ എവിടേക്കും വിടൂല. എന്തേ കാരണം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിരിയാൻ മുത്തുനബിക്ക് സാധിക്കൂല. അത് തന്നെ അല്ലേ? നമ്മുടെയൊക്കെ ഭാഗ്യമാണ് നല്ല ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നല്ല ഒരു കൂട്ടുകാരി നമുക്കുണ്ടാകുക എന്നുള്ളത്. അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അവൻ കൂട്ടുകാരൻ ജീവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ജീവിക്കുക എന്നാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നമ്മൾ നോക്കണം. നല്ലോരപ്പാണ് കൂടിയിരിക്കണമെന്ന് നമ്മൾ നോക്കണം. മുത്തുനബിയോടൊപ്പം അബൂബക്കർ തങ്ങൾ ചേർന്നപ്പോ മുത്തുനബി എങ്ങനെ ജീവിച്ചോ അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടുത്തെ ജീവിതം വരച്ചു വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ മക്കളുടെയൊക്കെ കൂട്ടുകാര് ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാരായി നടക്കുന്നതെന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മക്കൾ ഏതൊന്നിനോടാണോ ചാരുന്നത് അതുപോലെയായിരിക്കുമെന്ന് നാം അറിയുന്നവരാണ്. നമ്മുടെ മക്കൾ നല്ല നിസ്കാരം നിലനിർത്തുന്ന നല്ല മക്കളോടാണ് അവരുടെ സഹവാസമെങ്കിൽ, അല്ലേ? ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. കുന്ന ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ലാ തകുൻ ഖാമിസാ. കുന്ന ആലിമൻ, നിനക്ക് നീ ആലിമായിക്കോ, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഇൽമിനെ തേടുന്നവനായിക്കോ, ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ നീ ആലിമീങ്ങളെ നല്ല ആളുകളെ സ്നേഹിക്കുന്നവനായിക്കോ, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ നീ അവരെ ശ്രവിക്കുന്നവനായിക്കോ, ആലിമീങ്ങളെ കേൾക്കുന്നവനായിക്കോ, താലിമീങ്ങൾ ഉസ്താദുമാർ പറയുന്നത് അനുസരിക്കുന്നവനായിക്കോ. ലാ തകുന്ന ഖാമിസാ, അഞ്ചാമതൊരു വിഭാഗത്തിൽ നീ പെടണ്ട, അഞ്ചാമത് മറ്റൊരു വിഭാഗത്തിൽ നീ പെടണ്ട കേട്ടോ. അല്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മക്കളെ കൂട്ടുകാർ അവരൊക്കെ നല്ല രൂപത്തിൽ പോകുന്നവരാണെന്ന് പരമാവധി നമ്മുടെ മക്കളെയൊക്കെ താലിമീങ്ങളോട് ഉസ്താദുമാരോട് ബന്ധമുള്ളവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില സംശയങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ അവർ ഉസ്താദുമാരോട് സംശയങ്ങൾ തീർക്കാൻ ശ്രമിക്കും. അല്ലേ? ഞാൻ ഓർത്തു പോവുകയാണ്, വളരെ വിഷമം തോന്നിയ സന്ദർഭം. ഞാൻ പല വേദികളിലും പങ്കിട്ടിട്ടുണ്ട്. 28 വയസ്സുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ 2 സമയങ്ങളിലായി കല്യാണം പറയാൻ വിളിച്ചപ്പോൾ, 28 വയസ്സെന്ന് പറയുന്നതിന് കാരണമുണ്ട്. പ്രായപൂർത്തി നമ്മളൊരു 15 വയസ്സിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ മാക്സിമം, അല്ലേ? ഞാൻ ആ കൂട്ടുകാരോട് തമാശ വർത്തമാനങ്ങൾ പറയുന്നതിനിടക്ക് കല്യാണത്തിന് വരുമെന്നും അതൊക്കെ സന്തോഷമായി നടക്കട്ടെ എന്നും ദുആ ചെയ്തിട്ട് തമാശക്ക് പറഞ്ഞൊരു വർത്താനമുണ്ട്, കുളിക്കുമ്പോൾ നിയ്യത്ത് മറക്കണ്ടട്ടോ.
അല്ലേ? തമാശക്ക് നമ്മളെ കൂട്ടുകാരോട് പുതിയാപ്പിളമാരോട് നമ്മളൊന്ന് ഉണർത്തിയതാ, കുളിക്കുമ്പോൾ നെയ്യത്ത് മറക്കരുത് കേട്ടോ. അതിൽ നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താ ഒരാൾ എനിക്ക് കോൾ ചെയ്തത്. അപ്പം എന്നോട് ചോദിച്ചു, അതിന് കുളിക്കുമ്പോൾ എന്തിനാ നെയ്യത്ത്? നിസ്കരിക്കുമ്പോഴല്ലേ നെയ്യത്ത്? കുളിക്കുമ്പോൾ എന്തിനാ നെയ്യത്ത്? നിസ്കരിക്കുമ്പോഴല്ലേ നെയ്യത്ത്? ഞാൻ ചോദിച്ചു, ഇന്ന് വരെ നീ കുളിക്കുമ്പോൾ നെയ്യത്ത് വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഫർള് കുളി കുളിച്ചിട്ടുണ്ടോ? കുളിച്ചിട്ടുണ്ട്. ആ കുളിക്കുമ്പോൾ നെയ്യത്ത് വെച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഞാൻ അങ്ങനെ വെച്ച ഓർമ്മ എനിക്കില്ല, ഞാനങ്ങനെ കേട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞു, നിർബന്ധമാണ്. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയായത് മുതൽ നീ ഏത് സമയത്താണോ ആദ്യം കുളിച്ചത്, ആ സമയം മുതൽ ഇന്ന് വരെയുള്ള നിസ്കാരം മടക്കേണ്ടി വരും. എടുത്തേക്കിനോട് പറഞ്ഞു. അതിന് എനിക്ക് പ്രശ്നമില്ലല്ലോ, ഞാൻ 7ാം ക്ലാസ്സിൽ നിന്നും മദ്രസ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനല്ല, എനിക്കറിയൂല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഈ പള്ളി വരാന്തയിലൂടെ ഞാൻ ഇറങ്ങി ഫോണിലൂടെ സംസാരിക്കുമ്പോ എന്നോട് പ്രതിവചിച്ച വർത്തമാനമാ പറയുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ 13 വർഷമായി ആ സഹോദരൻ പള്ളിയിലേക്ക് കയറിയത് മുഴുവനും കുറ്റമാണ്. അവൻ കഴിച്ച ഭക്ഷണങ്ങൾ കറാഹത്തിന്റെ രൂപത്തിലാണ്, കുടിച്ച വെള്ളങ്ങൾ, അവൻ ചിലവഴിച്ച സമയങ്ങള്, അത് മുഴുവൻ പ്രയാസത്തിലാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞതിൻ്റെ ഗൗരവം, 13 വർഷമായി ആ സുഹൃത്ത് നിസ്കരിച്ച ഒരു നിസ്കാരം പോലും സ്വഹീഹാവൂല എന്ന് പറയുമ്പോൾ, 7ാം ക്ലാസ്സിൽ ഞാൻ മദ്രസ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അറിയൂല, ഞാൻ ഉത്തരവാദിയല്ല, കുറ്റക്കാരനാകൂല എന്ന് പറഞ്ഞ ആ സഹോദരൻ പഠിക്കാൻ മദ്രസ ഉണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. കൂട്ടുകാരായി ഞങ്ങളുണ്ടായിരുന്നില്ലേ മദ്രസ നിർത്തിയത്? ആരുടെ കുറ്റമാ? ആരുടെ കുറ്റമാ മദ്രസ നിർത്തിയത്? അള്ളാഹുവിൻ്റെയാണോ? ഞാൻ പറഞ്ഞത് ഒരൊറ്റ പോയിന്റാ. ഈ ഒരു പോയിന്റിൽ ഞാൻ മദ്രസ നേരത്തെ നിർത്തി. എത്രയോ കുട്ടികൾ 5ഉം 6ഉം കഴിഞ്ഞ് 7ാം ക്ലാസ്സും കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോഴേക്ക് ഞങ്ങൾ മുതിർന്നവരായി, ഞങ്ങൾക്കെല്ലാം തികഞ്ഞു, ഇനി മദ്രസയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ്, ഞങ്ങളെല്ലാ നിലക്കും വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയും മക്കളുടെ മദ്രസ നിർത്തലിന് പ്രോത്സാഹനം നൽകുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കളുടെ ഭാവി നമ്മൾ കളയരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരുടെ കൂട്ടുകാരിൽ നല്ല ഒരു അമൽ പറഞ്ഞു കൊടുക്കാൻ, പോരായ്മകൾ തെറ്റുകൾ തിരുത്തി കൊടുക്കാനുള്ള ഒരു സുഹൃത്ത് ബന്ധം നമ്മുടെ മക്കൾക്കില്ല എങ്കിൽ അവരുടെ ജീവിതം പിഴച്ചു പോവും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ നൂറിനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുറുകെ പിടിച്ചപ്പോ അവിടത്തേക്ക് ലഭിച്ച ഭാഗ്യം എന്താണ്? ഏത് വശത്ത് നിന്ന് നോക്കിയാലും അബൂബക്കർ തങ്ങളോളം സ്ഥാനമുള്ള മറ്റാരുമില്ലെന്ന് നമുക്കുറപ്പല്ലേ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരിക്കൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഓ ഹസ്സാൻ തങ്ങളെ, എന്നെ കുറിച്ച് അവിടുന്ന് ഒരുപാട് പാടുന്നുണ്ടല്ലോ, എന്റെ മദ്ഹ് അങ്ങ് പറയുന്നുണ്ടല്ലോ, എന്റെ മദ്ഹുകൾ നിങ്ങൾ പാടുന്നുണ്ടല്ലോ, എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും രചിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അതേ ഹബീബായ തങ്ങളെ, ഞാൻ പാടിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. വസാനിയത്നൈനി ഫിൽ ഗാരിൽ മുനീഫി വഖദ് തഫൽ അദു ബിഹി ഇദ് യസ്അദുൽ ജബല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയതി ലം യഅദിൽ ബിഹി റജുലാ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളെ കുറിച്ച് ഈ മദ്ഹിന്റെ വരികളങ്ങ് പാടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അവിടുത്തെ വായി കാണുന്ന രൂപത്തിൽ അദ്ദേഹം സന്തോഷത്തോടെ ചിരിച്ചു. എന്താ പറയുന്നത് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ? അവിടുന്ന് പറയുകയാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലോ, അവിടുന്ന് സൗറ ഖുഹൈലെ 2-ൽ 2-ാമനാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സൗറിലുണ്ടായ രണ്ടാമനാണ്. സൗർ ഗുഹയിൽ ഒളിച്ച സംഭവം നമ്മളൊക്കെ കേട്ടതാണ്, പഠിച്ചതാണ്. ആ സൗർ ഗുഹയിൽ ഒളിച്ച രണ്ടാമനാണ് അവിടുന്ന്. പർവ്വതപ്പുറത്ത് കയറിയ ശത്രുക്കള് അവരേറ്റവും കൂടുതൽ ചുറ്റി തിരഞ്ഞത് അബൂബക്കർ തങ്ങളെ കൂടിയ. കാരണം എന്തേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ അദ്ദേഹത്തോട് തുല്യമായ മറ്റൊരാളുമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അബൂബക്കർ തങ്ങൾ അറിയാതെ, അബൂബക്കർ തങ്ങളില്ലാതെ ഹബീബായ തങ്ങളുടെ പ്രയാണം ഉണ്ടാവുകയില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ ചുറ്റിയായിരുന്നു അവരുടെ അന്വേഷണമെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങ് പാടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, സദഖത യാ ഹസ്സാൻ, സദഖത യാ ഹസ്സാൻ, ഹുവ കമാ ഖുൽത. ഹസ്സാൻ തങ്ങളെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്രകാരം തന്നെയാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അവിടുന്ന് അറിയാതെ എൻ്റെ ചലനങ്ങൾ ഉണ്ടാവില്ല എന്നത് സത്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. മുത്തുനബി അങ്ങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹബീബായ തങ്ങളെ മാറിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ആകാശത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കൂട്ടത്തോടെ കണ്ടപ്പോ ആയിഷ ബീവി ഉമ്മ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട പ്രവാചകരെ, ഈ നക്ഷത്ര തുല്യമായ പ്രതിഫലം നക്ഷത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ആർക്കെങ്കിലും സവാബുണ്ടോ, കൂലിയുണ്ടോ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഹബീബായ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ഉണ്ട്. ഓ പ്രിയപ്പെട്ട ഭാര്യയെ, അങ്ങനെ ഒരാളുണ്ട്. അതാരാ? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനത് കൂടുതൽ എൻ്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു ആ ഉത്തരം ആഗ്രഹിച്ചത്. സ്വന്തം പിതാവാണ്, മുത്തുനബിയുടെ ഉറ്റ കൂട്ടുകാരനാണ്, തത്തുല്യമായ ഒരാളുമില്ലെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിച്ചവരാണ്. ആ എൻ്റെ പിതാവായ അബൂബക്കർ തങ്ങളായിരിക്കുമെന്ന് ഞാൻ ആശിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഉമറ ഹസനത്തുൻ മിൻ ഹസനാതി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരുപാട് ഹസനാത്തുകളിലെ ഉമർക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഹസനത്ത് മാത്രമാണ്. ഉമർ തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൂലിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇല്ല എന്നല്ല, അബൂബക്കർ തങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപാട് ഹസനത്തുകളിൽപ്പെട്ട ഒരു കൂലി മാത്രമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോടുള്ള സ്നേഹവും അവിടത്തോടുള്ള ബഹുമാനവും ഒക്കെ അധികരിച്ചപ്പോൾ ഹബീബായ തങ്ങളങ്ങ് ഹൃദയത്തിൽ ചേക്കേറിയപ്പോൾ എവിടെ നോക്കിയാലും, ഏത് നന്മയിലേക്ക് നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണാം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാമനായിരുന്നു. നന്മകളിൽ അവിടുന്ന് ഒന്നാമനായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കലും ഇങ്ങനെ ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് അടുത്തുകൂടെ കടന്നു പോകുന്നു. പിന്നിൽ അബൂബക്കർ തങ്ങളുണ്ട്, സഹചാരിയായ ഉമർ തങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് മുത്തുനബി പറയുന്നു, ഓ മസ്ഊദ് തങ്ങളെ, ദുആർന്നോളൂ, ദുആ ചെയ്തോളൂ, ഉത്തരം ലഭിക്കും, ധൈര്യമായി ദുആ ചെയ്തോളൂ, നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഞാനത് കേട്ടിരുന്നില്ല, ഞാൻ ആ പറഞ്ഞത് കേട്ടിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നു. അവിടുന്ന് എന്നോട് ഈ സന്തോഷം വലിയ സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കിയാണ് നിങ്ങൾ വന്നതെങ്കിൽ ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. അബൂബക്കർ തങ്ങൾ എന്നോട് ഇത് പറഞ്ഞിരുന്നു. റളിയല്ലാഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഏത് നന്മ ഉണ്ടെങ്കിലും അവിടെ ഒക്കെ മുന്തിയിട്ടാണല്ലോ റബ്ബേ.
അടുത്തൊരു സംഭവം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ തന്നെ അവിടുന്ന് ഖുർആൻ ഓതുന്നത് ഹബീബായ തങ്ങൾ കേട്ടപ്പോ അവിടുന്ന് പറഞ്ഞു, പച്ചയായ രൂപത്തിൽ ഖുർആൻ നിങ്ങൾ ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പച്ചയായ രൂപത്തിൽ അർത്ഥമറിഞ്ഞ് നല്ല രൂപത്തിൽ നിങ്ങൾ ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഖുർആൻ ശ്രവിച്ചോളൂ, അതുപോലെ നിങ്ങൾ ഓതിക്കോളൂ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ആ സന്തോഷം അറിയിക്കാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴും ഹബീബായ തങ്ങൾ ഈ സന്തോഷം പറഞ്ഞ കാര്യം എന്നോട് നിങ്ങളുടെ മുൻപേ അബൂബക്കർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോഴാ പറഞ്ഞത്, വമാ സബഖതുഹു ഇല്ലാ ഖൈറിൻ ഖത്തു ഇല്ലാ സബഖനി, ഒരു ഖൈറിലേക്കും ഞാൻ മുന്നിട്ടിട്ടില്ല കേട്ടോ, അതിനെ മുൻപ് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടല്ലാതെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ ഏതൊരു നന്മയിലേക്ക് മുന്നിട്ടാലും അതൊക്കെ ആദ്യം അബൂബക്കർ തങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അവിടെയാണ് നന്മകളിലേക്ക് ഓടിയടുക്കാനുള്ള ആ ആവേശത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നായി നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നന്മകളിലേക്ക് ഓടിയടുക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇന്ന് നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്നത് റജബിനോട് ചാരിയുള്ള ദിവസത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഒരു പക്ഷേ റജബ് 1 ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഏതായാലും റജബ് 1 ആണ്. മഹാന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അല്ലാഹു കാരുണ്യം ചൊരിയുന്ന രാത്രി എന്ന് പരിചയപ്പെടുത്തിയ ഒരു രാത്രിയാണ് റജബ് 1 രാവ്. പറയാൻ ഒരുപാടുണ്ട്, നമ്മുടെ സമയം അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുകയാണ്. റജബ് 1 അതിൻ്റെ രാവ് മാസം കണ്ടുകണ് എന്നറിഞ്ഞാൽ ശനിയാഴ്ച രാത്രി, ഇല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് അറിയിച്ച ഈ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ നമ്മോട് പറഞ്ഞിട്ടുള്ള സന്ദർഭമാണ്, ദിവസമാണ് റജബ് എന്ന് പറയുന്ന ആ റജബിൻ്റെ ആദ്യ രാവ്. റജബ് മുഴുവൻ അല്ലാഹുവിൻ്റെ കാരുണ്യം ചൊരിയുമെന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. റമളാൻ വരാനിരിക്കുന്നു. ആ റമളാനിലേക്ക് നാം ഒരുങ്ങി തയ്യാറാവണമെങ്കിൽ റമളാനിൽ നമുക്ക് കൊയ്യാനുള്ള മാസമാണ്. ആ മാസം ഇബാദത്തുകളിലൂടെ സ്വർഗമെന്ന നേട്ടം നമുക്ക് കരസ്ഥമാക്കാൻ ആദ്യം നമ്മൾ ആ റജബിൽ നമ്മൾ ഉപയോഗമെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ. വരുന്ന റജബിൽ ഒരൊറ്റ നോൻപ് നോൽക്കാൻ നമുക്ക് സാധിച്ചാൽ 1 വർഷം നോറ്റ നോമ്പിന്റെ പ്രതിഫലമാണെന്ന് കിതാബുകളിൽ പറയുന്നതായി കാണാം. അല്ലാഹു നമുക്ക് റജബ് ആ രൂപത്തിൽ നോമ്പുകളിലൂടെയും രാത്രി ഹയാത്താക്കി നിസ്കാരങ്ങളിലൂടെയും നമ്മുടെ റജബിനെ വരവേൽക്കാൻ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാറിന്റെ മദ്ഹുകളും മഹത്വങ്ങളും അതുപോലെ തന്നെ റജബിന്റെ പ്രാധാന്യങ്ങളും ഒക്കെ മഹ്ദറത്തുൽ ബദരിയ വേദുകളിലും അതുപോലെ മറ്റ് സന്ദർഭങ്ങളിലും ഒക്കെയായി നമ്മൾ ശ്രവിച്ചവരാണ്, കേൾക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വരുന്ന റജബ് മുതലെങ്കിലും നമുക്കൊന്ന് ആത്മീയമായി നന്നാവാൻ, എല്ലാ നിലക്കും തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് എന്ന മഹ്ദറത്തുൽ ബദരിയയുടെ വേദിയിൽ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ അടുത്ത വർഷം വരട്ടെ, അല്ലെങ്കിൽ ജനുവരി 1 മുതൽ, ഈ കൊല്ലം 1-ാം തീയതി മുതൽ, അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ ഞാൻ നന്നാവുമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാ ഈ ഒരു മജ്ലിസ് മുതൽ, അല്ലെങ്കിൽ ഈ റജബ് 1 മുതൽ. ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും വരില്ലെന്ന് നാം ആ ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. റജബ് മുതൽ നമ്മുടെ മക്കളെ കൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമളാനു ശഹ്റു ഉമ്മതി. റജബ് ഷഹറുള്ളയാണ്, അല്ലാഹുവിൻ്റെ മാസമാണ്. റജബ് എന്ന് പറഞ്ഞിടത്ത് അതിനെ വിശദീകരിച്ചതായി കാണാം. ഇസ്തിഗ്ഫാറിൻ്റെ മാസം എന്നാണ് അർത്ഥം. പൊറുക്കലിനെ തേടാനുള്ള മാസം, അതാണ് റജബ്. അതുകൊണ്ട് തന്നെ ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചിട്ട്
നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സല്ലാത്തുകളൊക്കെ വായിച്ചു കളയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസിനെ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങൾ കേൾക്കുന്നതും പറയുന്നതുമായ മുഴുവൻ ഖൈറാത്തുകളും നാളെ നരകം തൊടാത്ത നിലക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണമായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. വന്നുപോയ സല്ലാത്തുകൾ ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി നൽകണം അല്ലാഹ്. റജബും ശഅബാനും റമളാനും ഒക്കെ വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഈ പരിപാടി ഈ രൂപത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹുവേ മഹല്ല് കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം റഹ്മാനെ, ബറക്കത്ത് നൽകണം അല്ലാഹ്. കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.